തലശ്ശേരിയിൽ കഴിഞ്ഞ ജൂൺ 11-ന് 185 ഗ്രാം MDMA പിടിച്ച കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 11 അംഗ സംഘം SI ഷജീമിൻ്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും തലശ്ശേരി സ്ക്വാഡും ചേർന്ന് നടത്തിയ അന്വേഷണം ഉണ്ടായിരുന്നു. അതിലെ മുഖ്യപ്രതിയായ തബുവിനെ നമ്മൾ 2 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായി തബു ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് മരിച്ചുപോയ ഒരാൾ ജസുദാസ് എന്ന് പറഞ്ഞ മൈസൂരിലെ മരിച്ചുപോയ ഒരാളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൂടാതെ നമ്മുടെ 2 പ്രതികളുടെ കയ്യിൽ നിന്നും നമുക്ക് ഫേക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ആധാറും ലഭിക്കുകയുണ്ടായി. ഇന്നലെ നമ്മുടെ ടീം ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു പ്രതിയെ കണ്ടെത്തുകയും ആ പ്രതിയിൽ നിന്ന് വ്യാജമായ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ വ്യാജമായ ആധാർ, ലൈസൻസ് തുടങ്ങിയവ നിർമ്മിക്കുന്ന ഒരു റാക്കറ്റിനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഇതെല്ലാം പുറത്തു വന്നത്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടുള്ള പരിപാടികൾ വ്യാജമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ളവരെ ബാങ്കിൽ കൊണ്ടുപോയി അവരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് അത് 10,000-നോ 20,000-നോ ഇതുപോലുള്ള ആവശ്യക്കാർക്ക് അവർ മറിച്ച് വെക്കുകയാണ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകൾ. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇതിൽ ആധാറുകളുണ്ട്, ഫേക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. പ്രധാനമായിട്ടും കുറേ കോളേജുകളുടെ ഡിഗ്രി, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ കാണുന്നുണ്ട്. അത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനും മറ്റുമായി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഈ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്തതിലൂടെയാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ സാധിച്ചത്. പ്രധാനമായിട്ടും MDMA പോലുള്ള കേസുകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അതായത് 10,000-നും 20,000-നും ഈ അക്കൗണ്ടുകൾ വിൽക്കും. അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ടും ഇവർ അക്കൗണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവിടെ അഡ്രസ്സുള്ള ഒരാളെ കൊണ്ടുപോയി അവരെ വെച്ച് അക്കൗണ്ട് എടുക്കുക. അതുകൂടാതെ ഗെയിമിംഗ് ആപ്പുകളിലും ലോൺ ആപ്പുകളിലും ഇതേ അക്കൗണ്ട് ഉപയോഗിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഈ ബജാജ് ഫിനാൻസ് പോലുള്ള ലോൺ ആപ്പുകളിലേക്കും ഇതേപോലുള്ള അക്കൗണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഇൻവെസ്റ്റിഗേഷൻ കടക്കണം. ആൾക്കാർ അക്കൗണ്ടുകൾ മാത്രമല്ല, നമ്മളിപ്പോൾ കേസ് പ്രധാനപ്പെട്ട സിം കാർഡുകൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം മിക്കപ്പോഴും നോർത്ത് ഇന്ത്യയിലുള്ള മറ്റു പലരുടെയും പേരിലുള്ള സിം കാർഡുകളാണ് വരിക. അതും ഇങ്ങനെ തന്നെ അവരെ കൊണ്ടുപോയി കാണിച്ച് സിം എടുത്തിട്ട് ഇവരെ ആവശ്യത്തിന് അവരുടേതായിട്ട് സിം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക് മിനിമലായിട്ട് തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്താൽ അവർ കൂടെ വരും. അവർക്ക് എന്തെങ്കിലും ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അക്കൗണ്ട് അല്ലെങ്കിൽ സിം കാർഡ് അവർക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർ മെയിനായിട്ട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ്. നമ്മുടെ കേസിലെ അക്കൗണ്ട് മൈസൂർ കേന്ദ്രീകരിച്ചിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലായത്. ആ അന്വേഷണമാണ് നമുക്ക് വഴിത്തിരിവിലേക്ക് എത്തിയത്. നമ്മൾ മൈസൂരിൽ പോയി അക്കൗണ്ടിന്റെ ഹോൾഡർ അന്വേഷിച്ചപ്പോൾ ആൾ 1 വർഷം മുമ്പ് മരിച്ചു പോയതായിട്ടാണ് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ അക്കൗണ്ട് ഉള്ളതിനെ പറ്റി അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല. അങ്ങനെയാണ് നമ്മൾ അന്വേഷണത്തിലേക്ക് എത്തുന്നത്. ഗുർഗാവൺ ക്രൈം ബ്രാഞ്ച് ഒരു കഴിഞ്ഞ ആഴ്ച അർഷദ് എന്ന ഒരാൾ 800 ഗ്രാം MDMA ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ആ കേസിലും ഇതേ ടീം തന്നെയാണ് പെട്ടിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത തബു എന്ന് പറഞ്ഞ പ്രതി തന്നെയാണ് അവിടെയും സോഴ്സ്. അതിനപ്പുറത്തേക്ക് ഇനിയും സോഴ്സ് ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് എത്തണം. അതായത് എവിടെ നിന്നാണ് ഒരു MDMA, ഡൽഹിയിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ കൂടുതലായിട്ട് എത്താനുണ്ട്. MDMAയിൽ ഉൾപ്പെട്ടവർ ഇവരെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവർ വേറെ തന്നെ ഒരു റാക്കറ്റാണ്. ഈ പരിപാടികൾ വേറെ തന്നെ ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നമുക്കത് കൂടുതലായിട്ട് ചോദ്യം ചെയ്യണം. അവിടെ ബാംഗ്ലൂരിൽ ഇതിനായിട്ട് ഇവർക്ക് ഒരു സെറ്റപ്പ് ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലായത്. നമ്മുടെ ഒരു ടീം ഇനി ഫർദറായിട്ട് അവിടെ പോയി ബാക്കി അന്വേഷിച്ചാലേ അവിടെ ഇനി ഒരു കടയുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് കൂടുതലായിട്ട് ചോദ്യം ചെയ്യാനും മനസ്സിലാവും. വ്യാജരേഖകൾ പ്രധാനമായിട്ട് MDMA കേസിൽ പെട്ടവർക്ക് ഇപ്പോൾ ഡൽഹിയിൽ പോയി റൂം എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അവർ പേര് മാറ്റി ഒരു ആധാർ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതിനൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ കേസിലേക്ക് അവരെ ഉപയോഗിച്ചിരുന്നത്. ബാക്കിയുള്ളത് നമുക്കൊരു ചോദ്യം ചെയ്താലേ മനസ്സിലാവും. ഇല്ല, പാസ്പോർട്ട് ഇവിടെ ഇരുന്നത് നമ്മുടെ പ്രതിയുടെ ഒറിജിനൽ പാസ്പോർട്ടിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല. ആധാർ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്ക് അക്കൗണ്ട്, അല്ലെ, ഇതെന്നാലുമാണ് പ്രധാനമായിട്ടും. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. വളരെ നല്ല വർക്കാണ് നമ്മുടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഡാൻസ് ഓഫ് ടീമും തലശ്ശേരി സ്ക്വാഡും ചെയ്തത്. അതായത് ചെറിയൊരു ഇൻഫർമേഷൻ ന്യൂമാഹിയിൽ ചെറിയൊരു ഗ്രാം MDMA പിടിച്ചതിൽ നിന്നും അത് ഡ്രോപ്പ് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവരിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി തബുവിലേക്ക് എത്തി. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു റാക്കറ്റ് മുഴുവനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഇതിനി മുകളിലേക്കും താഴേക്കും നമുക്ക് പോകാനുണ്ട്. അതായത് നമുക്ക് മനസ്സിലായി തലശ്ശേരിയിൽ ഇതിന് ആവശ്യക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ട്. മുകളിലേക്ക് ഇത് എവിടെ നിന്നാണ് ഇവർ സോഴ്സ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഗുർഗാവൺ ക്രൈം ബ്രാഞ്ചും അത് നോക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മൾ അങ്ങോട്ടേക്കും പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഇൻസിഡന്റലി അവരിലേക്ക് എത്തുകയാണ്. നമ്മുടെ കേസിൽ ലഹരി കച്ചവടത്തിന്റെ കേസിൽ ഇത് ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ അവരിലേക്ക് എത്തും. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും. നമ്മുടെ കേസിൽ ഇപ്പോൾ നമ്മുടെ തബു എന്ന് പറയുന്ന ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വ്യാജമായി കർണാടകയിൽ ഒരെണ്ണമുണ്ട്. അത് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിൽ പോയി റൂം എടുക്കുമ്പോൾ തബുവാണ് എടുത്തതെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിച്ചിരുന്നു. അതല്ലാതെ വേറെയും ഇനി ലഹരി ട്രാൻസാക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അത് നമ്മൾ അന്വേഷിക്കും. ഫോട്ടോ ഉണ്ടാവാം, പേര് വേറെയായി. മറ്റേ മുമ്പേ പറഞ്ഞ ആളുടെ പേര് മനോജ് എന്ന പേരിലാണ് അയാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. ഫോട്ടോ അത് തന്നെ, പേരും അഡ്രസ്സും വേറെ. ആധാർ കാർഡും 100ന്റെ അടുത്തും പാൻ കാർഡും അത്രയും തന്നെ ഉണ്ടാവും. ഇത് എന്തായാലും പ്രിന്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും.
അപ്പൊ ആ സ്ഥലത്തിനെ പറ്റി നമ്മൾ ചോദ്യം ചെയ്യല് ഇന്ന് രാവിലെ വരെ എത്തിയുള്ളൂ. ചോദ്യം ചെയ്യല് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഒരു ടീം എന്തായാലും അതിനുവേണ്ടി തന്നെ നമ്മൾ ഡെപ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ MDMA ആയിട്ട് പിടിച്ചതാകെ 185 ഗ്രാം ജമീൽ എന്ന് പറഞ്ഞ പ്രതിയാണ് ആദ്യം പിടിച്ചത്. അയാളുടെ അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ നിന്നാണ് നമ്മൾ അടുത്ത ആളിലേക്ക് എത്തുന്നത്. അതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്താണ് അടുത്ത ആളിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ പടിപടിയായി മുകളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ലൈസൻസ് കണ്ടപ്പോൾ അതിലേക്ക് അന്വേഷണം ടീം നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഇതിലേക്ക് എത്തുന്നത്. ഇനി അതിന്റെ ഒരു പ്രതിയും കൂടെ ഉണ്ട് ഡൽഹിയിൽ. നമ്മുടെ ഒരു ടീം ഡൽഹിയിലുണ്ട്. ഗുർഗാം ക്രൈം ബ്രാഞ്ചിലും ഏകദേശം ഇവരെയൊക്കെ തന്നെയാണ് വേണ്ടത്. നമ്മൾ ഒരുമിച്ചാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ജമീലിന് ശരിക്കും പറഞ്ഞ ന്യൂമാഹിയിൽ ഒരു ചെറിയ കേസാണ് ആദ്യം പിടിച്ചത്. അതിൽ നിന്നാണ് ജമീലിലേക്ക് എത്തുന്നത്. നമ്മുടെ കേസിൽ ആദ്യം ഫസ്റ്റ് അക്യൂസ് എന്ന് പറയുന്നത് ജമീലാണ്. തബു എന്ന് പറയുന്നത്. തബു ആണ് വർഷങ്ങളായിട്ട് ഈ നെറ്റ്വർക്ക്, അതായത് ആവശ്യക്കാർ തബുവിനോട് പറയുന്നു, തബു സോഴ്സ് ചെയ്തിട്ട് നാട്ടിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് തബുവാണ് വർഷങ്ങളായിട്ട് ഈ നെറ്റ്വർക്ക് കൊണ്ടുപോകുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തബു എന്ന് പറയുന്ന ഒരാളുണ്ടെന്നുള്ളത് നമുക്ക് കുറച്ച് വർഷമായിട്ട് നമ്മുടെ ടീമിന് അറിയാമായിരുന്നു. പക്ഷെ അവൻ്റെക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസ് കിട്ടിയപ്പോഴാണ് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന തബു ആണെന്നുള്ള കൃത്യമായ ട്രാൻസാക്ഷനിലൂടെ നമുക്ക് മനസ്സിലായി. ഇവരാണ് പിടിക്കാൻ പോയ ടീം. അപ്പോൾ പിടിക്കാൻ പോയപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ടീം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. ഞാൻ പറഞ്ഞ ഒരു 2 ആഴ്ചയോളമായി 2 ടീം ബാംഗ്ലൂരും ഡൽഹിയുമായിട്ട് ഈ ഓപ്പറേഷൻ പുറകെ തന്നെയായിരുന്നു. കമ്മീഷണർ നിർദ്ദേശപ്രകാരം ഒരു 10-12 പേര് തന്നെ പൊക്കോളാൻ പറഞ്ഞു. കാരണം ഈ നെറ്റ്വർക്ക് ഫുള്ളായിട്ട് നമുക്ക് ബേസ്റ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ മിനിഞ്ഞാന്നാണ് രാത്രിയിൽ നമുക്ക് ഇൻസിഡന്റിലെ ആളെ കിട്ടിയത്. അവിടെ നിന്ന് പിടിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് പിടിക്കുന്നത്. തലശ്ശേരി സ്വദേശിയാണെന്നേ ഉള്ളൂ. തലശ്ശേരിയിൽ ഉണ്ടാവാറില്ല. ബാംഗ്ലൂരാണ് പ്രധാനമായിട്ടും അയാളുടെ. ബാംഗ്ലൂർ ഡൽഹി കണക്ഷൻസ് ഉണ്ട്. അവിടെ നിന്നാണ് 2 പേരാണ് ഇപ്പോൾ വന്നുള്ളത്. ഒന്ന് റിഷാദിന് നേരത്തെ NDPS കേസുകളുണ്ട്. ഒന്ന് അബ്ദുൾ റഹ്മാൻ, കാസർഗോഡ് സ്വദേശിയാണ്. അയാളാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്.